ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ സംരൻ, ബി.ടെക് കെമിക്കൽ എഞ്ചിനീയറിംഗ് തേർഡ് ഇയർ സ്റ്റുഡൻറ്റ് ഇൻ ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് തൃശ്ശൂർ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എൻ്റെ ഹോസ്റ്റൽ സ്റ്റഡി വ്ളോഗാണ് കാണിക്കാൻ പോകുന്നത്. സോ എനിക്ക് ലാബ് എക്സാം ആണ്, അപ്പോൾ അതിൻ്റെ ഒരു വ്ളോഗാണ്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ മോർണിംഗ് ഒരു 8 ആകുമ്പോഴാണ് എണീറ്റിട്ടുണ്ടായിരുന്നത്. എണീറ്റ ഉടനെ ഞാൻ എൻ്റെ സ്കിൻ കെയറും പരിപാടിയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. മെയിനായിട്ട് ആലോവേറ ജെല്ലും അതേപോലെ തന്നെ റോസ് വാട്ടറുമാണ് ഞാൻ യൂസ് ചെയ്യാറുള്ളത്. ഈ ഒരു ടൈം എന്ന് പറയുന്നത് ഞാൻ അത്രയും റിലാക്സ്ഡ് ആയിട്ടിരിക്കുന്ന ഒരു സമയമായിരിക്കും. കാരണം ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ആലോചിച്ച് കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ ഉള്ള കാര്യങ്ങൾ മൈൻഡിൽ സെറ്റ് ചെയ്തിട്ടിരിക്കുകയായിരിക്കും. അങ്ങനെ ഞാൻ പഠിക്കാനിരുന്നു. കുറച്ച് നേരമൊക്കെ ഇരുന്ന് പഠിച്ചു കഴിഞ്ഞ ശേഷം എൻ്റെ ബെഡും മറ്റ് കാര്യങ്ങളൊക്കെ ഞാൻ വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നേരെ ഞാനൊരു ചായ കുടിക്കാൻ വേണ്ടിയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. എൻ്റെ ഹോസ്റ്റലിൽ രാവിലെ പാൽച്ചായ ഇല്ല, അപ്പോൾ എനിക്ക് പാൽച്ചായ കുടിക്കാൻ തോന്നിയിട്ടാണ് ഞാൻ പോകുന്നത്. പ്ലസ് ഇന്ന് ഹോസ്റ്റലിൽ മെസ്സ് ഉണ്ടായിരുന്നില്ല, അപ്പോൾ ഫുഡും വാങ്ങണമായിരുന്നു. അങ്ങനെ ഫുഡൊക്കെ വാങ്ങി ഇതൊക്കെയാണ് ഞാൻ എൻ്റെ ഫുഡായിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഫുഡ് കഴിക്കുന്നതിനിടയിൽ ഞാൻ ഈ 2 കൺട്രീസ് ഫിലിമും കണ്ടുകൊണ്ടിരുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് സെറ്റായിട്ട് പഠിക്കാനിരുന്നു. ലാബ് എക്സാം ആയതുകൊണ്ട് തന്നെ മെയിനായിട്ട് ലാബ് മാനുവലാണ് പഠിക്കുന്നുണ്ടായിരുന്നത്. പ്ലസ് ഞങ്ങൾക്ക് ഒരുപാട് ഞങ്ങളുടെ ലാബിൻ്റെ വീഡിയോസും മറ്റ് കാര്യങ്ങളൊക്കെ ഞങ്ങളുടെ ക്ലാസ് ഗ്രൂപ്പിലും മറ്റൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് ഓരോരോ പ്രൊസീജിയേഴ്സ് പഠിക്കുക, മെയിനായിട്ട് വായിവയ്ക്കുള്ള ക്വസ്റ്റ്യൻസ് പഠിക്കുക, ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഓർമ്മയിൽ നിൽക്കണമല്ലോ. അപ്പോൾ കുറേ പ്രാവശ്യം വായിക്കുന്നത് മാത്രമാണ് എനിക്ക് ബേസിക്കലി ഒരു സൊല്യൂഷൻ ആയിട്ടുള്ളത്. അപ്പോൾ ഞാൻ കൂടുതൽ നേരം ഇരുന്ന് വായിക്കുമായിരുന്നു. അങ്ങനെ ബ്രേക്ക് ടൈമിന് ഞാൻ ഈ കുർക്കുറയാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. ആക്ച്വലി ബ്രേക്ക് എന്ന് പറയാൻ പറ്റില്ല, എൻ്റെ ലഞ്ച് ടൈം എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഫുഡില്ലാത്തതുകൊണ്ട് ഇങ്ങനെയൊക്കെയാണ് ഞാൻ അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നത്. പിന്നെയും ഇരുന്ന് കുറേ നേരം വായിക്കുക തന്നെയായിരുന്നു. റിപ്പീറ്റഡ്ലി വായിക്കുമ്പോൾ എനിക്കിങ്ങനെ ഓരോരോ കാര്യങ്ങൾ കറക്റ്റായിട്ട് ഓർമ്മയിൽ നിൽക്കാറുണ്ട്. സോ ദിസ് ഇസ് മാസ് ട്രാൻസ്ഫർ ലാബ്. മാസ് ട്രാൻസ്ഫർ ലാബ് മാത്രമല്ല, പൊതുവെ ഏതൊരു ലാബാണെങ്കിലും നമുക്ക് കുറേ കാൽക്കുലേഷൻസ് ചെയ്യാനുണ്ടാവും. അപ്പോൾ ഈ കാൽക്കുലേഷൻസ് ഒക്കെ കറക്റ്റായിട്ട് ഇത്രയും ഒരു എക്സ്പെരിമെൻ്റ് ഉണ്ടെങ്കിൽ അത്രയും എക്സ്പെരിമെൻറ്റ്സിന് ഓരോന്നിനും ഡിഫറെൻറ്റ് കാൽക്കുലേഷൻസ് ആയിരിക്കും. അപ്പോൾ ഇതൊക്കെ പഠിച്ച് പോകില്ല, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നമ്പർ മാറും എന്നുണ്ടെങ്കിൽ ഫുള്ള് തെറ്റിപ്പോവും. അപ്പോൾ ഞാനൊരു ചോക്കോ ബേക്സ് കഴിച്ചിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ഇടയിൽ കൂടെ എനിക്കൊരു എനർജി ബൂസ്റ്റർ ആയിട്ടാണ് ഞാൻ ഈ സംഭവം കഴിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ തിരിച്ചു പോയി വീണ്ടും ഞാൻ പ്രോബ്ലംസ് തന്നെയാണ് പ്രാക്ടീസ് ചെയ്തത്. ആസ് ഐ സെഡ്, ഒരു നമ്പറോ അല്ലെങ്കിൽ ഒരു വാല്യൂ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഡിവൈഡഡ് ബൈ 10 ചെയ്യാൻ മറന്നാൽ പോലും നമ്മൾ പിന്നെ ആ ഒരു സംഭവം ചെയ്യേണ്ട. 75 മാർക്സിൽ ഒരു 20 സംതിങ്ങേ കിട്ടുള്ളൂ. ഫുള്ള് തെറ്റിപ്പോവും കാൽക്കുലേഷൻസ് പോയി കഴിഞ്ഞാൽ. അപ്പോൾ അത്ര ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു എല്ലാ നമ്പേഴ്സും പ്രോപ്പറായിട്ട് മൈൻഡിൽ ആലോചിച്ച് വെക്കുക എന്നുള്ളത്. ഇതിൻ്റെ ഇടയിൽ കൂടി ഇങ്ങനെ ഓരോരോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് എന്ന് മാർക്ക് ചെയ്ത് പോകുമ്പോൾ പിറ്റേ ദിവസം റിവൈസ് ചെയ്യുമ്പം അത് ഓർമ്മ നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയും കൂടെ ചെയ്യുന്നുണ്ടായിരുന്നത്. ഒരു ഉച്ച സമയമൊക്കെ ആയപ്പോൾ ഞാനൊന്ന് കിടന്നുറങ്ങി, കാരണം നല്ല ഉറക്കം വരുന്നുണ്ടായിരുന്നു. പിന്നെ ഐ വോക്കപ്പ് ബാക്ക് ടു സ്റ്റഡി. എൻ്റെ കൂടെ എൻ്റെ റൂംമേറ്റും കൂടെ ഉണ്ടായിരുന്നു. കാരണം അവൾക്കും എനിക്കും ഒരേ ലാബാണ് ആൻഡ് ഒരേ സ്ലോട്ടും ആണ്. അപ്പോൾ ഞങ്ങൾ പരസ്പരം കുറേയൊക്കെ ഡിസ്കസ് ചെയ്തിട്ടായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഈവനിങ് ഞാനൊരു ചായ കുടിക്കാൻ പോയി. അലോങ് വിത്ത് ദാറ്റ് ഞാനൊരു കട്ട്ലറ്റും കഴിച്ചിട്ടുണ്ടായിരുന്നു. ഫുഡില്ലാത്തതുകൊണ്ട് വൈകുന്നേരത്തെ ഫുഡും ഞാൻ പാർസൽ വാങ്ങുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോദാ പാർസലൊക്കെ വാങ്ങി തിരിച്ച് ഹോസ്റ്റലിലോട്ട് പോവുകയാണ്. അങ്ങനെ കുറച്ച് നേരം ഗ്രാഫും മറ്റു കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞ ശേഷം കുറച്ച് വൈവയും നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും ഈ ഒരു രാത്രി സമയമൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാത്രി ടൈം ആയപ്പം ഞാൻ എൻ്റെ ഫുഡ് കഴിച്ചു. കൊത്തു പൊറോട്ടയായിരുന്നു. എനിക്കിവിടുത്തെ കൊത്തു പൊറോട്ട ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാനത് ഭയങ്കര ആസ്വദിച്ചാണ് കഴിച്ചുകൊണ്ടിരുന്നത്. പിന്നെ എൻ്റെ അടുത്ത് ഈ ഒരു കോൾഡ് വാട്ടർ ഉണ്ടായിരുന്നു, ഐസൊക്കെ ആയിട്ട് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഭയങ്കര തണുത്തിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാലും ഒരു കോൾഡ് കോഫി ഉണ്ടാക്കി കുടിക്കാമെന്ന്.
ഇങ്ങനെ ഞാൻ പാൽപ്പൊടിയും പിന്നെ അതേപോലെ പഞ്ചസാരയൊക്കെ എടുത്തിട്ട്, ഇതൊക്കെ എൻ്റെ ഹോസ്റ്റലിൽ എൻ്റെ അടുത്ത് സ്റ്റോക്കുള്ള സാധനങ്ങളാണ്. അങ്ങനെ അതൊക്കെ ഇട്ട്, പിന്നെ എൻ്റെ കയ്യിലൊരു ബീറ്ററും ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് ഞാനൊരു കോൾഡ് കോഫി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഭയങ്കര അടിപൊളിയൊന്നും ആയിരുന്നില്ലെങ്കിൽ പോലും ഒരു ഹോസ്റ്റലിലെ കുട്ടീനെ സംബന്ധിച്ച് അത്യാവശ്യം ഒരു സ്നാക്കോ അല്ലെങ്കിൽ ഒരു രക്ഷപ്പെടലോ ആണ് ഇങ്ങനത്തെ കോൾഡ് കോഫി പോലത്തെ സംഭവം. അപ്പം ഞാൻ അതൊക്കെ പ്രിപ്പയർ ചെയ്തിട്ട് അതൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു രാത്രി സമയമൊക്കെ ആയപ്പം ഞാൻ പോയി കിടന്ന് ഉറങ്ങി. അപ്പോൾ ശരി, അടുത്ത വീഡിയോയിൽ കാണാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.